ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ ഓടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതരാരോപണവുമായി ആംബുലൻസ് ഡ്രൈവർമാർ. സംഭവത്തിൽ പരാതി നൽകി 2 ആഴ്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. ഈ മാസം 11-നാണ് സംഭവം. പട്ടാമ്പിയിൽ നിന്ന് ശ്വാസതടസ്സം നേരിട്ട 15 വയസ്സുകാരിയുമായി മാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസിന് മുന്നിലാണ് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ ഓടിച്ചത്. പട്ടാമ്പി മുതൽ മാണിയംകുളം വരെയും കാർ ആംബുലൻസിന് മുന്നിലുണ്ടായിരുന്നു. മാർഗതടസ്സം സൃഷ്ടിച്ച കാറുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആംബുലൻസ് ഡ്രൈവർ പട്ടാമ്പി പോലീസിലും RTO ഓഫീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകി 2 ആഴ്ചയായിട്ടും ജോയിന്റ് RTO ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. അതേപോലെ തന്നെ നമ്മളെ സൈറൻ ഫോൺ ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ആൾക്കാരും വണ്ടി മാറ്റി തരുന്നുണ്ട്. ആ ക്യാപ്പിലൂടെ ഈ വണ്ടി കയറി പോവുക ചെയ്യുന്നുണ്ട്. നമ്മൾ കുളപ്പള്ളി കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ വീഡിയോ എടുത്തു. അത് നമ്മളത് പിറ്റേ ദിവസം 12-ാം തീയതി കംപ്ലൈൻ്റ് ആയിട്ട് RTO ഓഫീസിൽ പോയി, അതേപോലെ പട്ടാമ്പി സ്റ്റേഷനിലും പോയി. സ്റ്റേഷനിൽ അന്നത്തെ ദിവസം തന്നെ കേസെടുത്ത് ഒരു ഡേറ്റ് തിങ്കളാഴ്ച, അതായത് 12-ാം തീയതി നമ്മൾ പട്ടാമ്പി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അന്ന് തന്നെ അവർ റെസീറ്റ് തരുന്നുണ്ട്. നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കണ്ടെത്താൻ ഒരു 3 ദിവസം 4 ദിവസം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരാളെ വിളിച്ചു വരുത്തി അവർക്ക് ദുർബലമായ വകുപ്പ് ചുമത്താൻ അവർ ആദ്യം പറഞ്ഞു. 193 സെക്ഷനാണ് SI സാർ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടായിരുന്നു. അങ്ങനെ ആ സെക്ഷൻ ഇട്ട് അവർ ഫൈൻ അടക്കാൻ പറഞ്ഞപ്പോൾ ഫൈൻ അടക്കാൻ ആ പാർട്ടിക്കാർ തയ്യാറല്ല. അത് പിന്നെ കേസാക്കി FIR ഇട്ടു. FIRന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട്. പരാതി കൊടുത്തതിന് റെസീറ്റിൻ്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട്. അതേ ദിവസം തന്നെ 12-ാം തീയതി തന്നെ RTO ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തു. ഇന്ന് ഈ ദിവസം വരെ 12-ാം തീയതി കൊടുത്ത പരാതി 14 ദിവസം കഴിഞ്ഞ് ഇന്ന് ഈ ദിവസം വരെ RTO ഓഫീസിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ആംബുലൻസ് ഡ്രൈവർ പലതവണ ജോയിന്റ് RTO ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും മാർഗതടസ്സമുണ്ടാക്കിയ കാറിന്റെ RC ഓണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് അധികൃതർ പറഞ്ഞതെന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു. എന്നാൽ ഇതേ പരാതിയിൽ പട്ടാമ്പി പോലീസ് കാർ ഓടിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.